ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കണം എന്ന് ഓർത്താൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇത്. ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കാം, അരിപ്പൊടിയും റവയും ഉപയോഗിച്ചുണ്ടാക്കാം, അതുപോലെ തന്നെ ഗോതമ്പൊടി ഉപയോഗിച്ചുണ്ടാക്കാം. ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് റവയും ഏത്തപ്പഴവും ചേർത്താണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായി ഞാൻ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുവിധം പഴുത്ത പഴമായിരിക്കണം കേട്ടോ. ഇനി ചെറിയ പഴമാണ്, എണ്ണം കൂട്ടിയാൽ മതി. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. തീരെ ചെറിയ കഷ്ണമൊന്നും വേണ്ട, പഴമല്ലേ, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ പഴമെല്ലാം ഒന്ന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം. ഞാനൊരു മീഡിയം സൈസിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതായത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഒരു 3 ഏലക്കയുടെ തൊലി കളഞ്ഞതാണ്, അതിൻ്റെ കുരുവും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ കൂടി ചേർക്കാം. ഇത് റോസ്റ്റഡ് റവയാണ്. ഇനി ഇത് റവയിട്ട് നമുക്ക് വേണം മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ച് എടുക്കാം. അതല്ലെങ്കിൽ റവയൊന്ന് പൊടിച്ച് ചേർക്കാം. ഇപ്പം ഞാനിതൊന്നും ചെയ്തില്ല, നേരെ അങ്ങോട്ട് ചേർത്തേ ഉള്ളൂ. കാരണം റവ ഒരു തരിതരന്നിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് അരച്ചെടുക്കാമെങ്കിൽ അത് മാറിക്കിട്ടും. ഇനി ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, നയക്ക വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ശർക്കര പാനിയും കൂടി ചേർക്കാം. വെള്ളം കുറവുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. ഈ റവ ആയതുകൊണ്ട് ഇതൊന്ന് കുതിരാൻ കേട്ടോ, കുറച്ച് സമയം, ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇത് രാവിലെ നമ്മൾ ഇങ്ങനെ കലക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് ഉണ്ടാക്കാം. ഇനി പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരല്പം സോഡാപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഒന്ന് മിക്സിയിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക്, അത് എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുന്നതാണ്, അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ആവി വന്നു കഴിഞ്ഞ് നമുക്കത് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പം എന്തേ, നമ്മുടെ പലഹാരം വെന്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുണ്ടോ, നല്ല സൂപ്പർ പലഹാരം റെഡി ആയി കഴിഞ്ഞു.